ശശി തരൂരിനെതിരെ കെ മുരളീധരൻ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രാഷ്ട്രീയ എതിരാളി സ്തുതിക്കുന്നത് അരോചകമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. അക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ. കാരണം ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട ഹൈക്കമാൻഡാണ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അങ്ങനെ വർക്കിംഗ് കമ്മിറ്റി അംഗം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളിയെ നിരന്തരമായി സ്തുതിക്കുന്നത് അത് വളരെ അരോചകമാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ദിവസം നിലമ്പൂരിൽ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ അതൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് നടപടി വേണോ വേണ്ടേ എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് അറിയിക്കട്ടെ. ഞങ്ങളേതായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് 1% വില നിലമ്പൂരത്തെ ജനങ്ങൾ കൽപ്പിച്ചിട്ടില്ല. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, തരൂരിന്റെ നിരന്തരമായ മോദി സ്തുതി വലിയ വിമർശനം കോൺഗ്രസിനുള്ളിൽ ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് മുരളീധരൻ ഒരു പരസ്യ പ്രതികരണം കൂടി നടത്തുന്നത്, അല്ലേ? ഇപ്പോൾ ശശി തരൂർ വീണ്ടും ഇന്ത്യയുടെ സന്ദേശങ്ങൾ കൈമാറാൻ വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കെ മുരളീധരൻ ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ഇന്ന് കൊല്ലത്തെത്തിയ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ശശി തരൂരിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് അദ്ദേഹം ഈ ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ചത്. ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ഈ ശശി തരൂർ രാഷ്ട്രീയ എതിരാളിയെ, അത് അദ്ദേഹം നരേന്ദ്രമോദിയെ തന്നെയാണ് ഉന്നമിട്ട് പറഞ്ഞത്. മോദിയെ ഇങ്ങനെ സ്തുതിക്കുന്നത് അരോചകം എന്നുള്ള ഒരു വാക്കുകൂടി ഉപയോഗിച്ചു. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നിലമ്പൂരിലെ ജനങ്ങൾ വില കൊടുത്തില്ല. അത് നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ശശി തരൂർ അത് പറഞ്ഞത് UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ടായിരുന്നു എന്നൊരു ഒഴിയമ്പ് കൂടി കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.